വെൽക്കം ടു മൈ ചാനൽ ABCD5. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയൊരു നല്ലൊരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് വിഷ്വലൈസേഷൻ. അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ വിഷ്വലൈസേഷനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നുള്ളതാണ്. അതായത് മലയാളത്തിൽ സംസാരിച്ച് അതിനെ ഇംഗ്ലീഷാക്കി സംസാരിക്കുമ്പോൾ നമുക്ക് പിന്നെ എപ്പോൾ സംസാരിക്കുമ്പോഴും ആദ്യം നമ്മൾ ആ മലയാളത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷാക്കി അങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സംസാരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് നമ്മുടെ ഉത്തരം കിട്ടാൻ കുറച്ച് ഡിലേ വരും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഡിലേ ഒഴിവാക്കി നമുക്ക് വളരെ കംഫർട്ടബിളായി വളരെ കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് തിങ്ക് ചെയ്യുക അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വിഷ്വലൈസേഷൻ എന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ട്രാൻസ്ലേഷൻ മെത്തേഡ് പോയി നമുക്ക് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. വിഷ്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ കാണാം, വിഷ്വൽ കണ്ടുകൊണ്ട് അത് നമ്മൾ സംസാരിക്കാം. അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് സെൻറ്റൻസ് ഒക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാം. അത് കഴിഞ്ഞ് അങ്ങനെ നമുക്ക് ട്രാൻസ്ലേഷൻ ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ആ പിക്ചർ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക മാത്രമല്ല, ഞാനിതിൽ പറയുന്ന ആ ഇൻസ്ട്രക്ഷൻസ് അതേപോലെ അനുസരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ കണ്ടുപോയത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു 10 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും. ഞാൻ 90 ഡേയ്സ് ക്ലാസ് തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് നിർത്തിയെന്ന് പലരും ചോദിച്ചിരുന്നു. അത് നിർത്തിയതല്ല, ആ ക്ലാസ്സിന് ശേഷം നമ്മൾ പ്രാക്ടീസ് വീഡിയോ ആണ് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഗ്രാമർ സ്ട്രക്ചർ അല്ലെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ അതിലൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്കിപ്പോൾ അതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രാക്ടീസ് വീഡിയോസ് ആണ് കാണേണ്ടത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഇങ്ങനൊരു പിക്ചറാണ് തരുന്നത്. ഈ പിക്ചർ കണ്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുന്നു എന്ന് നമുക്ക് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യം ഞാൻ മലയാളം സെൻസ് പറയാം, അത് നമുക്ക് ഇംഗ്ലീഷിലാക്കിയാൽ മതി. പിന്നെ അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് മാത്രമായിട്ട് പറഞ്ഞു നോക്കാം. ആരാണിത്? ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ബോയ്. ഇനി അവൻ യൂണിഫോമിലാണ്. ഹീ ഈസ് ഇൻ യൂണിഫോം. അവൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട് അല്ലേ? അപ്പോൾ അവൻ്റെ കയ്യിൽ എന്നൊന്നും ഇംഗ്ലീഷിൽ പറയേണ്ട ആവശ്യമില്ല, നേരിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണിത്. അവനൊരു ബാഗ് ഉണ്ട്, അത്രയും മതി. ഹി ഹാസ് എ ബാഗ്. ഇനി അവനത് തോളിലിട്ടിരിക്കുകയാണ് അല്ലേ? അവൻ്റെ ബാഗ് അവൻ്റെ തോളിലാണ്. ഹിസ് ബാഗ് ഈസ് ഓൺ ഹിസ് ഷോൾഡർ. ഹിസ് ബാഗ് ഈസ് ഓൺ ഹിസ് ഷോൾഡർ. അവൻ സ്കൂളിലേക്ക് പോകുകയാണ്. എങ്ങനെ പറയും? ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. എനിക്ക് തോന്നുന്നത് അവൻ സ്കൂളിലേക്ക് പോകുകയാണെന്നാണ് എന്ന് പറയാനോ? ഐ തിങ്ക് ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഐ തിങ്ക് ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഒരു പിക്ചറിൽ നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പറ്റിയത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റുകയാണെങ്കിൽ പറയാം. ഞാനിപ്പോൾ പറയാത്തത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻസിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒന്ന് പറഞ്ഞു നോക്കണം. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തോളൂ, എന്നിട്ട് പറയാൻ തുടങ്ങിക്കോളൂ. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം പറയാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഏതായാലും ഒന്നുകൂടെ ഞാനിത് പറയാൻ പോവുകയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതിനൊപ്പം നിങ്ങൾ എന്നോടൊപ്പം പറയും. ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ബോയ്. He is in uniform. He has a bag. His bag is on his shoulder. He is going to school. I think he is going to school. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു പിക്ചർ കൊണ്ടുവരികയാണ്. അപ്പോൾ അടുത്ത പിക്ചർ ഇതാണ്. ഈ ഒരു പിക്ചർ കണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നതെന്ന് നിങ്ങളൊന്ന് പറയൂ. നേരത്തെ പിക്ചറിൽ നമ്മൾ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ മലയാളം യൂസ് ചെയ്യില്ല, അല്ലാത്തതിന് മാത്രമേ ഇനി മലയാളം യൂസ് ചെയ്യുള്ളൂ. ഓക്കെ? അപ്പോൾ who is this? This is a boy. What does he have? What does he have? എന്താണ് അവൻ്റെ കയ്യിലുള്ളത്? He has a book. He has a book. എന്താ അവൻ ചെയ്യുന്നത്? What is he doing? He is reading a book. അവൻ്റെ ബുക്ക് വായിക്കുകയാണല്ലേ? He is reading a book. അവൻ നിൽക്കുകയാണോ അതോ ഇരിക്കുകയാണോ? Is he standing or sitting? Is he standing? അവൻ നിൽക്കുകയാണോ or sitting? അതോ ഇരിക്കുകയാണോ? അവൻ നിൽക്കുകയാണ്. He is standing. He is standing. അവൻ നിന്നുകൊണ്ട് ഒരു പുസ്തകം വായിക്കുകയാണ് അല്ലേ? He is reading a book while standing. He is reading a book. അവൻ്റെ പുസ്തകം വായിക്കുകയാണ് while standing, നിന്നുകൊണ്ട്. He is reading a book while standing. ഓക്കെ? അപ്പോൾ ഈ പിക്ചർ
ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പിക്ചർ നോക്കി ഇപ്പോൾ പറയാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തോളൂ, എന്നിട്ട് നിങ്ങളത് പറയൂ. ഓക്കെ, അപ്പോൾ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ പിക്ചർ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പിക്ചർ നോക്കി ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിട്ടൊന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഒന്നുകൂടെ പറയൂ. ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ബോയ്. വാട്ട് ഡസ് ഹി ഹാവ്? ഹി ഹാസ് എ ബുക്ക്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് റീഡിങ്. ഈസ് ഹി സ്റ്റാൻഡിങ് or sitting? He is standing. He is reading a book while standing. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി ഞാൻ അടുത്തൊരു പിക്ചർ കാണിച്ചു തരികയാണ്. ഇതാണ് അടുത്ത പിക്ചർ. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ കണ്ട് എന്തൊക്കെയാണ് തോന്നുന്നതെന്നൊന്ന് നോക്കാം. ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ബോയ്. വാട്ട് ഡസ് ഹി ഹാവ്? ഹി ഹാസ് എ ബുക്ക്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് റീഡിങ്. ഹി ഈസ് റീഡിങ് എ ബുക്ക്. ഈസ് ഹി സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ്? He is sitting. He is reading a book while sitting. He is reading a book while sitting. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇതിൽ തോന്നുന്നുണ്ടാവും. അവൻ കാല് നീട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ he is sitting with legs stretched out. He is sitting with legs stretched out. അപ്പോൾ ഇതാ നിങ്ങൾക്കായിട്ട് ഈ പിക്ചർ ഇതാ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. ഏതായാലും വീഡിയോ പോസ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമായിട്ട് പറയണം. ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ബോയ്. വാട്ട് ഡസ് ഹി ഹാവ്? ഹി ഹാസ് എ ബുക്ക്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് റീഡിങ് എ ബുക്ക്. ഈസ് ഹി സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ്? ഹി ഈസ് സിറ്റിംഗ്. ഹി ഈസ് റീഡിങ് എ ബുക്ക് വൈൽ സിറ്റിംഗ്. ഹി ഈസ് സിറ്റിംഗ് വിത്ത് ലെഗ്സ് സ്ട്രെച്ച്ഡ് ഔട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഇനി ഞാൻ മറ്റൊരു പിക്ചർ കാണിച്ചു തരികയാണ്. ഇതാണ് അടുത്ത പിക്ചർ. അപ്പോൾ ഈ പിക്ചർ കണ്ടിട്ട് എന്തൊക്കെയാണ് നമുക്ക് തോന്നുന്നതെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ഗേൾ. വാട്ട് ഡസ് ഷീ ഹാവ്? ഷീ ഹാസ് എ ബുക്ക്. ഇവളും യൂണിഫോമിലാണ് എന്ന് പറയാൻ. അപ്പോൾ നേരത്തെ ഒരു കുട്ടി യൂണിഫോമിലായിരുന്നു, അപ്പോൾ ഹീസ് ഇൻ യൂണിഫോം എന്ന് പറഞ്ഞു. ഇനി ഇവളും യൂണിഫോമിലാണെന്ന് പറയാനോ? ഷീ ഈസ് ഓൾസോ ഇൻ യൂണിഫോം. ഇവളും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഓൾസോ വെച്ചത്. ഷീ ഈസ് ഓൾസോ ഇൻ യൂണിഫോം. വാട്ട് ഈസ് ഷീ ഡൂയിങ്? ഷീ ഈസ് റീഡിങ്. ഐ തിങ്ക് ഷീ ഈസ് ഓൾസോ ഗോയിങ് ടു സ്കൂൾ. എനിക്ക് തോന്നുന്നത് ഇവളും സ്കൂളിലേക്ക് പോവുകയാണെന്നാണ്. ഐ തിങ്ക് ഷീ ഈസ് ഓൾസോ ഗോയിങ് ടു സ്കൂൾ. ഇനി നമുക്കിതിൽ അവൾക്ക് നീണ്ട തലമുടിയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പറയാം, ഷീ ഹാസ് ലോങ് ഹെയർ. ഇനി അവൾ തലമുടി കെട്ടി വെച്ചിട്ടില്ല. അതെങ്ങനെ പറയാം? ഷീ ഹാസ് നോട്ട് ടൈഡ് ഹെർ ഹെയർ അപ്പ്. ഷീ ഹാസ് നോട്ട് ടൈഡ് ഹെർ ഹെയർ അപ്പ്. അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവളുടെ തലമുടി കെട്ടി വെക്കേണ്ടതായിരുന്നു എന്നെങ്ങനെ പറയാം? She had to tie her hair up when she went to school. She had to tie. അവൾ കെട്ടിവെക്കേണ്ടതായിരുന്നു her hair up, അവളുടെ തലമുടി. when she went to school, അവൾ സ്കൂളിലേക്ക് പോയപ്പോൾ, അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ. when she went to school. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി വീഡിയോ പോസ് ചെയ്തോളൂ. എന്നിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. വീഡിയോ പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ എന്നോടൊപ്പം പറയും. ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ഗേൾ. വാട്ട് ഡസ് ഷീ ഹാവ്? ഷീ ഹാസ് എ ബുക്ക്. വാട്ട് ഈസ് ഷീ ഡൂയിങ്? ഷീ ഈസ് റീഡിങ്. ഷീ ഈസ് ഓൾസോ ഇൻ യൂണിഫോം. ഐ തിങ്ക് ഷീ ഈസ് ഓൾസോ ഗോയിങ് ടു സ്കൂൾ. ഷീ ഹാസ് എ ലോങ് ഹെയർ. ഷീ ഹാസ് നോട്ട് ടൈഡ് ഹെർ ഹെയർ അപ്പ്. ഷീ ഹാഡ് ടു ടൈ ഹെർ ഹെയർ അപ്പ് വെൻ ഷീ വെൻറ്റ് ടു സ്കൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഒരു പിക്ചർ കൂടെ കാണിച്ചു തരാം. ഈ പിക്ചർ കണ്ട് എന്താണ് തോന്നുന്നതെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ബോയ്. വാട്ട് ഡസ് ഹി ഹാവ്? ഹി ഹാസ് എ ബുക്ക്. ഈസ് ഹി സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ്? ഹി ഈസ് സിറ്റിംഗ്. വേർ ഈസ് ഹി സിറ്റിംഗ്? എവിടെയാണ് അവൻ ഇരിക്കുന്നത്? വേർ ഈസ് ഹി സിറ്റിംഗ്? ഹി ഈസ് സിറ്റിംഗ് ഓൺ ബുക്സ്. പുസ്തകങ്ങൾക്ക് മേലെയാണ് അവൻ ഇരിക്കുന്നത് അല്ലേ? ഹി ഈസ് സിറ്റിംഗ് ഓൺ ബുക്സ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് റീഡിങ് എ ബുക്ക്. അവൻ പുസ്തകങ്ങൾക്ക് മേലിരുന്ന് ഒരു പുസ്തകം വായിക്കുകയാണ്. ഹി ഈസ് റീഡിങ് എ ബുക്ക് while sitting on books. He is reading a book while sitting on books. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ പിക്ചർ നോക്കി ഇത്ര നേരം പറഞ്ഞത് പറയണം. അപ്പോൾ നമുക്കിതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഹു ഈസ് ദിസ്? ദിസ് ഈസ് എ ബോയ്. വാട്ട് ഡസ് ഹി ഹാവ്? ഹി ഹാസ് എ ബുക്ക്. ഈസ് ഹി സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ്? ഹി ഈസ് സിറ്റിംഗ്. വേർ ഈസ് ഹി സിറ്റിംഗ്? ഹി ഈസ് സിറ്റിംഗ് ഓൺ ബുക്സ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് റീഡിങ് എ ബുക്ക്. ഹി ഈസ് റീഡിങ് എ ബുക്ക് വൈൽ സിറ്റിംഗ് ഓൺ ബുക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരേ ഒരു പിക്ചർ കൂടെ, അതായത് ഇത്രയും നേരം ഒരാൾ മാത്രമായിട്ടുള്ള പിക്ചറാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് രണ്ട് പേരുടെ പിക്ചർ കാണാം.
ഇവരാരാണ്? ഹു ആർ ദേ? ദേ ആർ ബോയ്സ്. വാട്ട് ആർ ദേ ഡൂയിങ്? അവരെന്താ ചെയ്യുന്നത്? വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ റീഡിങ്. ആർ ദേ സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ്? ദേ ആർ സിറ്റിംഗ്. ഇനി ഒരാളുടെ കയ്യിൽ ബ്രൗൺ കളർ ബുക്കും മറ്റേയാളുടെ കയ്യിൽ വൈറ്റ് കളർ ബുക്കുമാണ് ഉള്ളത്. അതെങ്ങനെയാണ് പറയാം? വൺ ഹാസ് എ ബ്രൗൺ കളർ ബുക്ക് ആൻഡ് അതർ ഹാസ് എ വൈറ്റ് കളർ ബുക്ക്. വൺ ഹാസ് എ ബ്രൗൺ കളർ ബുക്ക് ആൻഡ് അതർ ഹാസ് എ വൈറ്റ് കളർ ബുക്ക്. വേർ ആർ ദേ സിറ്റിംഗ്? ദേ ആർ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. ദേ ആർ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും നേരം പറഞ്ഞത് പറഞ്ഞു നോക്കൂ. ഇത്രയും നേരം പറഞ്ഞത് എന്നോടൊപ്പം ഒന്നുകൂടെ പറയൂ. ഹു ആർ ദേ? ദേ ആർ ബോയ്സ്. വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ റീഡിങ്. ആർ ദേ സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ്? ദേ ആർ സിറ്റിംഗ്. വേർ ആർ ദേ സിറ്റിംഗ്? ദേ ആർ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ റീഡിങ്. വൺ ഹാസ് എ ബ്രൗൺ ബുക്ക് ആൻഡ് അതർ ഹാസ് എ വൈറ്റ് ബുക്ക്. നന്നായി പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പിക്ചർ കണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞാൻ തിരുത്തും. അപ്പോൾ ഇതൊരു ഹാൻസം ബോയ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഒരു പിക്ചർ കാണിച്ചിരുന്നു. ആ ലാസ്റ്റ് കാണിച്ച ആ പിക്ചറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ അത് കമൻസിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വിഷ്വൽസ് കണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുക. അത് ഒരുപാട് ഉപകാരപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.